ജയറാമുമായി ഞാൻ ചെയ്ത മറ്റൊരു പടമാണ് മാന്ത്രികൻ എന്ന് പറഞ്ഞ പടം. അത് അതിൻ്റെ ഷൂട്ട് ഗുണ്ടൽപേട്, പൊള്ളാച്ചി, കൂർഗ് എന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടായിരുന്നു. രാജഗിരിയത്താണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളതിൻ്റെ. നമുക്ക് ചിലപ്പോൾ തോന്നാറില്ലേ, മരിക്കാൻ ചിലപ്പോൾ ഒരു സമയമാവണം എന്നാലേ മരണം വരത്തുള്ളൂ എന്നൊക്കെ തോന്നുന്ന ചില നിമിഷങ്ങൾ ആ സിനിമയുടെ സമയങ്ങളുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് എനിക്ക് പേഴ്സണലായിട്ടുണ്ടായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമ ഗുണ്ടൽപേട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. ഞങ്ങൾ പൊള്ളാച്ചിക്കെത്തി. പൊള്ളാച്ചിയിൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ജയറാമിന് തൃശ്ശൂർ ഏതൊരു ഫങ്ഷനുണ്ട്. അപ്പം ജയറാമും അമ്പിളിച്ചേട്ടനും കൂടെ ആ ഫങ്ഷന് അറ്റൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. അവർ രണ്ടുപേരും കൂടെ രാത്രിയിൽ തിരിച്ച് കൂർഗിലെത്തിക്കോളാം, അപ്പം നമ്മൾ കൂർഗിൽ ജോയിൻ ചെയ്യാമെന്നുള്ളതായിരുന്നു കാൽക്കുലേഷൻ എന്ന് പറയുന്നു. പിറ്റേന്ന് രാവിലെ നമ്മൾ കേട്ടുന്ന ഇട്ടിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ ജയറാം എത്തി, അമ്പിളിച്ചേട്ടൻ ആക്സിഡൻ്റായി എന്നുള്ളതാണ്. അപ്പം അമ്പിളിച്ചേട്ടൻ സെക്കൻഡ് ഹാഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 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 മെഴുനീള ക്യാരക്ടറാണ്. അതിനകത്ത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തേയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കും. പറഞ്ഞു ഒരു ദിവസം കൂടി ഇവിടെ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഒരു ആക്സിഡൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 ദിവസത്തേക്കാവും റെഡി, അല്ലെങ്കിൽ ഒരാഴ്ചക്കാവും റെഡിയാവും എന്നുള്ളത് ഇതാണ് ഉള്ളത്. ഇത്ര ക്രിട്ടിക്കലാണെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ദിവസം 2 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫൈറ്റ് വേണമെങ്കിൽ അവിടെ എടുക്കാവുന്ന ഫൈറ്റ് അത് ഇവിടെ എടുക്കാം. ഒരു കമുകിൻ്റെ തോട്ടമുണ്ട്, അവിടെ എടുക്കാം. ജയറാം കൂടെ വന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പം അതിനകത്തൊരു ഗോസ്റ്റ് ഇങ്ങനെ ഇതിലൂടെ മരത്തിലിങ്ങനെ ചാടി പോകുന്നൊരു പോർഷനാണ്. അപ്പോൾ ഒരു 3-4 ക്യാമറയുണ്ട്. അപ്പം ആൾക്കാർക്ക് 4 ക്യാമറയുള്ള നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ഓല ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഇരിക്കുകയും 4 മോണിറ്റർ എൻ്റെ മുമ്പിലുണ്ട്, മൈക്കും പിടിച്ചിരിക്കുകയാണ് ഒരു ഇൻസ്ട്രക്ഷൻ പറയാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു കമുക്, ഒരു വലിയ മരം നല്ല വണ്ണമുള്ളതാണ്, അത് ഒരു ക്യാമറയുടെ നേരെ വരുന്നത് ഇങ്ങനെ കാണുന്നത്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഇയാൾക്ക് എന്തോ പറ്റി. ഇയാൾ അതുവഴി ചാടി പോകേണ്ട ആൾ പെട്ടെന്നൊന്ന് അൺബാലൻസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു കമുക് നേരെ ഒരു ക്യാമറയുടെ നേരെ വരുന്നത് ഇങ്ങനെ കാണാം. നേരെ ക്യാമറയുടെ നേരെ വരുന്നതുകൊണ്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് അവിടെ കിടന്നിട്ട്. അയ്യോ എന്ന് പറഞ്ഞ് ബഹളം. ഞാൻ വിചാരിച്ചത് എന്ത് പറ്റി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ എണീറ്റിങ്ങനെ നോക്കാനും ഈ കമുക് വരുന്നത് ഇതിൻ്റെ നേരെ, ഞാനിരിക്കുന്ന നേരെയാണ്. ഞാൻ എണീക്കാനും ഒരു ഒറ്റടി എൻ്റെ തലയിലൂടെ വന്നിട്ട് ഞാൻ ചെറിച്ചൊരു ചെളി ഉള്ളൊരു തോട് മാതിരി ഒരു സാധനം കിടപ്പുണ്ടായി. ഞാൻ അതിനകത്തേക്ക് പോയി വീണ് ഒരു സെക്കൻഡ് എനിക്കൊരു ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ പതുക്കെ എണീറ്റ് നിന്ന് നോക്കി ഞാൻ അങ്ങനെ താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഓർമ്മ എന്ന് വെച്ചാൽ എന്നെ ഒരു വണ്ടിയിൽ ഇങ്ങനെ എല്ലാവരും കൂടെ എടുത്ത് എന്നെ കൊണ്ടുപോകുന്ന വഴിക്ക് എൻ്റെ ഒരു ഓർമ്മ വന്നതെന്ന് വെച്ചാൽ അപ്പം ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോഴൊക്കെ അറിഞ്ഞു തുടങ്ങി ജഗതിച്ചേട്ടന് കുറച്ച് സീരിയസ് ആണ്, തലയ്ക്ക് ഇഞ്ചുറിയാണ് എന്നൊക്കെ മനസ്സിലായി തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു വിചാരമെന്ന് പറയുന്നത് എനിക്കും തലയ്ക്ക് അടി കിട്ടിയിട്ടുണ്ട്, ഇത് സീരിയസ് ആയിരിക്കും, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ ബോഡി അനങ്ങുന്നേ ഇല്ല, ഇത് സീരിയസ് ആയിരിക്കും, ഞാനും കിടപ്പായി പോകും അമ്പിളിച്ചേട്ടനെ മാതിരി. അതാണ് എൻ്റെ മനസ്സിലുള്ളൊരു വിചാരം എന്ന് പറയുന്നത്. പക്ഷേ ലക്കിലി എനിക്കറിയത്തില്ല, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ ചെന്നു, സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ചെറിയ ബോഡി പെയിനും ഇത് ഇവിടെ എങ്കിലും ഇടിച്ചിട്ടേ ഉള്ളൂ മനസ്സിലാവുകയും ഞാൻ വൈകുന്നേരം തിരിച്ചെത്തുകയും ഞാൻ പറഞ്ഞ റൂമിൽ റെസ്റ്റ് എടുക്കാൻ എനിക്ക് പറ്റത്തില്ല, ഒരു ഷൂട്ട് നടക്കുമ്പോൾ എനിക്ക് പോയിട്ട് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയും ഞാൻ തിരിച്ച് ഷൂട്ടിന് ജോയിൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, എല്ലാത്തിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ മരിക്കത്തില്ല എന്ന് തോന്നുന്ന ഒരു സമയം. അമ്പിളിച്ചേട്ടൻ അങ്ങനെ ഒരു നിമിഷത്തിൽ മേലാതായി, ഞാനും അങ്ങനെ മേലാതാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ റിവൈവ് ചെയ്ത് വന്നു എന്ന് പറയുന്ന ഒരു സമയം. ഇതുമാതിരി തന്നെ ഒരു സമയം ഞാൻ ഒരു പടം ചെയ്തുകൊണ്ടിരുന്നു, സൽപ്പേരി രാമൻകുട്ടി എന്ന് പറഞ്ഞൊരു പടം ചെയ്തുകൊണ്ടിരുന്നപ്പം ആ പടം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രഞ്ജിത്ത് എന്ന് വെച്ചാൽ ചിപ്പി രഞ്ജിത്ത്, ഇപ്പോൾ രജപുത്രയുടെ അവരുടെ ഒരു സീരിയൽ നടക്കുന്നുണ്ടായിരുന്നു. അതെന്തോ അവരുടെ ബിഗിനിങ് സീരിയൽസ് എപ്പിസോഡ്സ് കൊടുത്തപ്പോൾ നന്നായില്ല,
അപ്പം ഏഷ്യാനെറ്റിലായിരുന്നു ശ്രീകണ്ഠൻ നായർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊന്ന് അനിലൊന്ന് റീഷൂട്ട് ചെയ്ത് കൊടുത്താൽ അത് നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ ഷൂട്ട് തീർന്ന് ഇമ്മീഡിയറ്റ് എന്നെ രഞ്ജിത്ത് അങ്ങോട്ട് കൊണ്ടുപോവുകയും അവിടെ കുറച്ച് ദിവസം, ഒരു 4-5 ദിവസം, അപ്പം നമ്മൾ ഈ സീരിയൽസ് ഷൂട്ട് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അത് സ്ക്രിപ്റ്റ് കറക്റ്റ് ചെയ്യാൻ നിൽക്കുന്നു, അത് എഴുതാൻ നിൽക്കുന്നു, ഓവർ സ്ട്രെയിൻ ചെയ്യുന്നു 3-4 ദിവസമായപ്പോൾ. അപ്പോൾ എനിക്ക് പെടലിയുടെ കൂടെ ഒരു വേദന വന്നു. അത് കാര്യമായിട്ട് എടുത്തില്ല. അന്ന് എൻ്റെ ഒരു ഞങ്ങളെ വർക്ക് ഡബ്ബിങ് നടക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു അസിസ്റ്റൻ്റ് അവിടെ പോവാതെ എൻ്റെ അടുത്ത് വന്നു. ഞാനൊരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ്. എൻ്റെ അടുത്ത് വരികയും ഞാൻ ചോദിച്ചു, നീ എന്തിനും ഇവിടെ വന്നത്? അപ്പോൾ എനിക്ക് ഒരു ശല്യമായിട്ട് ഇവിടെ കയറി വന്നതായിട്ട് തോന്നി. അവസാനം ഞാൻ ഹാളിൽ കിടന്നോളാം എന്ന് പറഞ്ഞ് ഇവൻ ഹാളിൽ കിടന്നു. രാത്രിയായപ്പോൾ ഞാൻ എന്തോ ഒരു വെള്ളം കുടിക്കാൻ എണീറ്റതാണ്. എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാനങ്ങ് സ്റ്റക്കായെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് ഇരുന്നു. ഒരൊച്ച മാത്രം പുറത്ത് വരുന്നുണ്ട്, എൻ്റെ കയ്യും കാലും ഒന്നും അനങ്ങാതായിപ്പോയി. ഈ ശബ്ദം കേട്ട്, കുപ്പി എന്തോ മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടിട്ട് ആ പയ്യൻ എണീറ്റ് വന്നു നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ഫ്രീസ്ഡായിട്ടിരിക്കുകയാണ്, കയ്യും കാലും ഒന്നും അനങ്ങുന്നില്ല, അതിഭീകര വേദനയും. ഞാൻ പറഞ്ഞു എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ആംബുലൻസ് വന്നപ്പോൾ എന്നെ സ്ട്രെയിറ്റ് ആക്കാൻ പറ്റുന്നില്ല അവർക്ക്. അങ്ങനെ ബെഡ്ഷീറ്റിലൊക്കെ എടുത്തിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവരെന്നെ സ്ട്രെയിറ്റ് ആക്കി. പക്ഷേ എനിക്ക് അതിഭീകര പെയിനാണ്. എനിക്ക് മേളിയിലുള്ളൊരു കാഴ്ച മാത്രമേ ഉള്ളൂ, എൻ്റെ സൈഡൊന്നും അനങ്ങുന്നില്ല. ഒരു കൈ മാത്രം, എൻ്റെ ഇടത് കൈ മാത്രം ചെറുതായിട്ട് അനങ്ങും, ബാക്കി ഒന്നും അനങ്ങത്തില്ല, ബോഡിയുടെ ഒരു പാർട്ടും അനങ്ങത്തില്ല. അങ്ങനെ ഒരു ഡോക്ടർ വന്നാൽ തല എന്തോ ഒരു കറക്റ്റ് പൊസിഷനിൽ വെക്കുമ്പോൾ മാത്രം എനിക്ക് ഇത്തിരി റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ആ ഡോക്ടർ എപ്പോഴും വരണേന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കും. ഒരു 4-5 ദിവസം ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കംപ്ലീറ്റ്, അപ്പം ഞാൻ ആലോചിച്ചു എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ നമുക്ക് ഞാൻ വിചാരിച്ചു ഞാനിനി അനങ്ങത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം, ഒരു കത്രിയോ വല്ലതും കിട്ടിയാൽ നമുക്ക് മരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മരിക്കാനും പറ്റത്തില്ല. അങ്ങനെ അതിനെല്ലാം ആരോ ഒരു ശക്തിയോ അവരോ വിചാരിക്കണം നമുക്ക് മരിക്കണമെങ്കിൽ. എൻ്റെ ഈ കൈയുടെ വെട്ടത്തൊന്നും ഒരു ചുറ്റിയോ ഒരു മുട്ടുസൂചിയോ പോലും ഞാൻ കണ്ടില്ല അന്ന്. അതുണ്ടായിരുന്നെങ്കിൽ നമ്മൾ മരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയെങ്കിലും കുത്തിക്കയറ്റി എന്തെങ്കിലും ചെയ്തേനെ. അത്രയ്ക്ക് വേദനയാണ്. ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കലും ഞാൻ അനങ്ങത്തില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ എന്നെ അവർ ഒരു 5 ദിവസം അവിടെ ട്രൈ ചെയ്തിട്ട് പറ്റാത്തത് കൊണ്ട് എന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർ അന്ന് അവിടുന്ന് വന്നിട്ടുള്ള ഏതോ പെട്ടെന്ന് അവിടെ ഗസ്റ്റായിട്ട് വന്ന ഏതോ ഒരു ഡോക്ടർ, അവർ എൻ്റെ സ്പൈനൽ കോഡിൽ വന്ന് ജാമായതാണ്, ജെല്ല് കൂട്ടുള്ള സാധനങ്ങൾ, അത് മെൽറ്റ് ചെയ്യിക്കുകയും എനിക്ക് പതുക്കെ എൻ്റെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സ് തിരിച്ച് കിട്ടുകയും പിന്നെ ആയുർവേദവും കാര്യങ്ങളൊക്കെ ചെയ്താണ് ആ നോർമൽ ലൈഫിലേക്ക് വന്നത്. നമ്മൾ മരിക്കേണ്ട ഒരു സമയം നമ്മൾ തീരുമാനിക്കുന്ന മാതിരി നമുക്ക് മരിക്കാൻ പറ്റത്തില്ല. അതിനൊരു ദൈവം വേണം, അല്ലെങ്കിൽ അതിനൊരു വിധി വേണം എന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവം തോന്നിയത് എനിക്ക് ഈ മാന്ത്രിക ചെപ്പിൻ്റെ ആ ഒരു എപ്പിസോഡും ഒക്കെ, ജഗദീശൻ്റെ ആക്സിഡൻറ്റും എൻ്റെ ആക്സിഡൻറ്റും ഒക്കെ കൂടെ ഒരു കോർത്ത് വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുമാതിരി തന്നെ ഞാൻ ചെയ്ത വേറൊരു പടം ഉണ്ടായിരുന്നു, കളഭം എന്ന് പറഞ്ഞ പടം. കളഭത്തിൻ്റെ മ്യൂസിക് ചെയ്തത് രവീന്ദ്രൻ മാഷാണ്. രവീന്ദ്രൻ മാഷ് മ്യൂസിക് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് രവീന്ദ്രൻ മാഷ് മരിച്ചു പോയത്. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര അട്ടർ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഒരാൾ, രാജാമണി, എന്ത് ചെയ്യുന്നത് വെച്ചാൽ പാട്ടുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പിന്നെ ഉപയോഗിച്ചൊരു മാർഗമെന്ന് പറയുന്നത് രവീന്ദ്രൻ മാഷിൻ്റെ പാട്ടുകളുടെ BGM ഇട്ടിട്ടാണ് ആ പാട്ടുകൾ ബാക്കി കംപ്ലീറ്റ് ചെയ്തത്. അപ്പം സിനിമയിൽ ആരും ഒരു മസ്റ്റല്ല എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ആരും എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നവരും അല്ലാതെ അതിനകത്ത് ടെക്നീഷ്യൻസും ആരും ഒരു മസ്റ്റല്ല, എല്ലാത്തിനും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് അന്നേരമാണ് തോന്നിയത്. അല്ലെ അത്ര ലെജൻഡറി ആയിട്ടുള്ള ഒരാൾ പോയിട്ടും 2 പേര്, ഞാൻ പറയുന്ന 2 പേരുടെ കാര്യം, അമ്പിളിച്ചേട്ടൻ്റെ കാര്യമാണെങ്കിൽ തന്നെയും രവീന്ദ്രൻ മാഷിൻ്റെ കാര്യം, അത്രയുള്ള ആൾക്കാർ പോയിട്ടും അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമ്മൾ വേറെ ഒരു മാർഗം കണ്ടുപിടിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കളഭം എന്ന് പറഞ്ഞ പടത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിലകചേട്ടൻ്റെ കാര്യം തന്നെയാണ് അതിനകത്ത് ഉള്ളൊരു വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995442222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ.
കളഭം എന്ന് പറഞ്ഞ പടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ് ബാല എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്. ആ പടത്തിൻ്റെ ഷൂട്ട് നടക്കുന്നത് തെങ്കാശിയിലാണ്. തെങ്കാശിയിൽ തിലകൻ ചേട്ടനുണ്ട് അന്ന്. തിലകൻ ചേട്ടൻ ആണ് അവിടുത്തെ ഒരു അഗ്രഹാരത്തിലെ ഒരു സംഗീതജ്ഞൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് തിലകൻ ചേട്ടൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ. അതുമാതിരി തന്നെ അതിനകത്ത് മോഹൻ എന്ന് പറയുന്ന ലക്ഷ്മിയുടെ ഹസ്ബൻഡായിട്ടുള്ള ആർട്ടിസ്റ്റായിട്ടുള്ള മോഹൻ ഉണ്ട്, അഭിനയിക്കുന്നുണ്ട്. അയാളൊരു സ്വാമിയാണ്. അപ്പോൾ ഒരു ക്ലൈമാക്സ് സീക്വൻസ് എന്ന് പറയുന്നത് ഈ മോഹൻ എന്ന് പറയുന്ന ആളെ, ആ സ്വാമിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ടെററിസ്റ്റ് എത്തുകയും അങ്ങനെയൊക്കെ പോകുന്നൊരു ഒരു ഏരിയയാണ്. അപ്പോൾ ഫൈനലി വേണ്ടത് ഇവരുടെ തമ്മിലുള്ള ഒരു മ്യൂസിക്കൽ കോമ്പറ്റീഷനാണ്. തിലകൻ ചേട്ടനും ഈ മോഹനും തമ്മിലുള്ള ഒരു മ്യൂസിക്കൽ കോമ്പറ്റീഷനാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു അമ്പലം എടുത്തു, നമ്മൾ സെറ്റ് ചെയ്തു, അവിടെ എല്ലാ കാര്യങ്ങളും തീർത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു അമ്പലം വേണം, ഈ ഫംഗ്ഷൻ നടക്കാൻ വേണ്ടിയിട്ടൊരു അമ്പലം വേണം. അമ്പലം തിരക്കി നടന്ന് ഒരു സ്ഥലത്തും ഒരു അമ്പലം കിട്ടുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞു ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലം അവിടെ ഉണ്ട്, അതൊന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് ചെന്നപ്പോൾ അത് കാട് പിടിച്ച് കിടക്കുകയാണ്. മൊത്തം ഒരു വലിയ അമ്പലമാണ്, ഹ്യൂജായിട്ടുള്ള അമ്പലമാണ്, ഒരു 1.5 ഏക്കറിനകത്തുള്ള ഒരു അമ്പലമാണ്. അത് കാട് പിടിച്ച് കിടക്കുകയാണ്. അത് നമ്മൾ വെട്ടിത്തെളിച്ചു. അപ്പം പഞ്ചായത്തിൽ ചോദിച്ചപ്പോൾ അല്ല, അതിനങ്ങനെ ആരുമില്ല, പഞ്ചായത്തിൻ്റെ സ്ഥലമാണെന്ന് പറയാം, നാട്ടുകാരുടെ സ്ഥലമാണ്, അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരാരുമില്ല. അങ്ങനെ നമ്മളത് ആ അമ്പലമെല്ലാം വെട്ടിത്തെളിച്ച് ക്ലീനാക്കി അവിടെ ചെറിയൊരു അമ്പലമായിട്ട് തന്നെ നമുക്കത് വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവിടെ ചെറിയ പ്രതിമയുണ്ടായിരുന്നു, അതൊക്കെ തന്നെ റെഡിയാക്കി വെച്ചു. പക്ഷേ ഞാൻ റീസെൻ്റായിട്ട് ആ അമ്പലത്തിൽ പോയപ്പോൾ ആ അമ്പലം വളരെ ലൈവായി. ഇപ്പോൾ അത് വളരെ എല്ലാ ദിവസവും ആൾക്കാർ വരികയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അമ്പലമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. അപ്പോൾ ആ അമ്പലത്തിനാണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ ഈ തിലകൻ ചേട്ടൻ്റെ ക്യാരക്ടറും മോഹൻ എന്ന് പറഞ്ഞ ആളുടെ ക്യാരക്ടറും രണ്ടുപേരും കൂടി ഇരുന്ന് ഒരു മ്യൂസിക്കൽ കോമ്പറ്റീഷൻ മാതിരി ഒരു സാധനം പാടുന്നതാണ്. അപ്പോൾ രാവിലെ എൻ്റെ റൂമിലേക്ക് ഒരു കോൾ വന്നു. തിലകൻ ചേട്ടൻ സാധാരണ അങ്ങനെ വിളിക്കാറില്ല, ഇവിടെ വരെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ റൂമിൽ ചെല്ലുമ്പം കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഫുൾ ബ്ലഡാണ്. ബെഡ്ഷീറ്റ് മൊത്തം ബ്ലഡ്, തറയെ ബ്ലഡ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? എൻ്റെ മൂക്കിനകത്തുനിന്ന് ബ്ലഡ് വരുന്നു. അപ്പം 2 ദിവസമേ ഉള്ളൂ ഷൂട്ട് തീരാൻ. ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് ഡോക്ടർക്ക് പോകണ്ട, ഡോക്ടർക്ക് പോയാൽ എന്നെ അഡ്മിറ്റ് ചെയ്യുമെന്നു. ഞാൻ പറഞ്ഞു പിന്നെ ഡോക്ടർക്ക് പോകണ്ട, ഇത്രയും മൂക്കിനകത്ത് ബ്ലഡ് വരുമ്പോൾ. ഇല്ല അത് ഡോക്ടർക്ക് പോകണ്ട, ഡോക്ടർക്ക് എനിക്ക് ട്രിവാൻഡ്രത്ത് പോകണം, ഡോക്ടർക്ക് പോകണം, ഇവിടെ ഞാൻ പോകത്തില്ല എന്ന്. ഞാൻ പറഞ്ഞു പിന്നെ എന്നാൽ ചേട്ടൻ ട്രിവാൻഡ്രത്ത് പോകും. ഇല്ല ട്രിവാൻഡ്രത്ത് പോയി എന്നെ ഇപ്പോൾ വിടത്തില്ല. ഞാൻ ചോദിച്ചു പിന്നെ എന്ത് ചെയ്യുന്നു? അല്ലാതെ നമുക്ക് ഷൂട്ട് ചെയ്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു ചേട്ടാ ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളെങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും? മൂക്കിനകത്ത് യൂസ് ചെയ്ത് ബ്ലഡ് വന്നുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യും ചേട്ടാ. അല്ല ഷൂട്ട് ചെയ്യണം, എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ, ഞാൻ പോയാൽ തിരിച്ചു വരുമോയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ ചേട്ടാ നമ്മുടെ ജീവിതമല്ലേ പ്രധാനമെന്ന് പറയുന്നത്. പുള്ളി പറഞ്ഞു അതൊന്നും നോക്കണ്ട, നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തു. ഞാൻ ചോദിച്ചാൽ എന്ത് ചെയ്യും നമ്മൾ മൂക്കിനകത്ത് പഞ്ഞി വെക്കുമെന്നു. ആ പടം കണ്ട് നോക്കിയാൽ അറിയാം പുള്ളിയുടെ മൂക്ക് രണ്ടും വീർത്തായിരിക്കുന്നത്. ഓരോ ഷോട്ടിനും ഓരോ പഞ്ഞി വെച്ച് അകത്ത് കുത്തിക്കയറ്റി വെച്ചിട്ടാണ് 2 ദിവസം ആ ഒരു ഡോക്ടറെയും കാണാതെ പുള്ളി അവിടെ നിന്ന് ഈ മൂക്കിനകത്തു നിന്നുള്ള ചോര എടുത്ത് കളഞ്ഞിട്ടാണ് 2 ദിവസം കൊണ്ട് ആ പാട്ട് കംപ്ലീറ്റ് ചെയ്ത്. 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു വണ്ടിക്കകത്ത് ചേട്ടാ ഇവിടുന്ന് വിടാമെന്ന് പറഞ്ഞാൽ പോവാതെ തന്നെ വണ്ടി ഓടിച്ചേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോയ ഒരാളാണ്. വേറൊരു ആർട്ടിസ്റ്റാണേലും ആ സമയത്ത് അവിടെ ഇരുന്നിട്ട് ആ പാട്ട് കംപ്ലീറ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പോകത്തില്ല. അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു തിലകൻ ചേട്ടൻ എന്ന് പറയുന്നത്. കളഭം എന്ന് പറഞ്ഞ പടം ഒരു കുഴപ്പമില്ലാതെ പോയൊരു പടമാണ്. ഒരു ഹിറ്റൊന്നും ആയിരുന്നില്ലെങ്കിൽ തന്നെയും ഒരു കൾച്ചറൽ ഡിഫറൻസ് കൊണ്ട് നിന്ന് പോയൊരു പടമാണ് കളഭം എന്ന് പറഞ്ഞ പടം. എൻ്റെ ജീവിതത്തിലെ വളരെ വേണ്ടപ്പെട്ട 3 പേര് എന്നോടൊപ്പം വർക്ക് ചെയ്ത ഒരു സിനിമയാണ് അഞ്ചിലൊരാൾ അർജുനൻ. അതിനകത്ത് ഒരാൾ ടി റസാഖ് തന്നെയാണ്, രണ്ടാമത്തെ ആൾ പൊന്നമ്മ ചേച്ചിയാണ്, മൂന്നാമത്തെ ആൾ കൽപ്പനയാണ്. ഈ 3 പേരും എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പേരായിരുന്നു. റസാഖിൻ്റേതായ എഴുത്തിൻ്റെ മേഖലകളിൽ എന്നെ ഭയങ്കരമായിട്ട് സഹായിക്കുകയും ഒരു സിനിമ നമുക്ക് എപ്പോൾ ചെയ്യണമെന്ന് റസാഖിൻ്റെ ചോദിച്ചാൽ അപ്പോൾ തന്നെ റസാഖ് പറയും എടേ നമുക്ക് തുടങ്ങാം എന്ന് പറയുന്ന ഒരാളായിരുന്നു. പൊന്നമ്മ ചേച്ചി ഭയങ്കരമായിട്ട് തന്നെ വളരെ നമ്മളെ വർക്കുകളിൽ ഭയങ്കരമായിട്ട് തന്നെ കമ്മിറ്റ് ചെയ്ത് എന്നെ സഹായിച്ചിട്ടുള്ള ഒരാളാണ്.
അതുകൊണ്ട് തന്നെ കൽപ്പന എൻ്റെ വളരെ വർഷങ്ങൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുകയും എൻ്റെ ഭാര്യയാവുകയും ആയിരിക്കുകയും ചെയ്തിരുന്ന ആളാണ്. കൽപ്പനയ്ക്ക് ആക്ച്വലി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. എന്നുവെച്ചാൽ അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, അവൾ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലെടുക്കുന്ന മാതിരി സ്വാതന്ത്ര്യം അടുക്കൽ സെറ്റിൽ കാണിക്കും, എടി 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കും എന്നാണ് അവൾ പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ഡയറക്ടറുടെ ജോലി എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനേക്കാളും ഒത്തിരി കൂടുതലുണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ ഒത്തിരി ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. അവിടെ ഒരു സ്വസ്ഥത കാണത്തില്ല അവൾക്ക്. അവിടെ റൂമിൽ ഞാനുണ്ടെങ്കിൽ ഒരു സ്വസ്ഥത കാണത്തില്ല. സ്ഥിരമായിട്ട് ഞങ്ങൾ വേറൊരു റൂം കൂടെ എടുക്കാറുണ്ട്. എങ്കിൽ തന്നെ അവളുണ്ടെങ്കിൽ ഞാൻ ഷൂട്ടിന് വേറൊരു റൂം കൂടെ എടുക്കാറുണ്ട്. അത് ഈയിടെ ആരോ പറയുന്നത് കേട്ടു, അത് ഞങ്ങൾ ഏതോ ഒരു ചാനലിൽ പറഞ്ഞു, ഞങ്ങളത് നേരത്തെ പിണക്കമായ കൊണ്ട് ഒരു റൂം കൂടെ എടുത്ത് മാറി താമസിക്കുന്നതായിരുന്നു. അങ്ങനെയല്ല, എന്നുവെച്ചാൽ എൻ്റെ അസിസ്റ്റൻസ് വരും, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് വരും, എന്നിട്ട് ആ ഒരു ബഹളം വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മളൊരു റൂം കൂടെ എടുത്ത് മാറിയിരിക്കുന്നത്. അപ്പം രാവിലെ ഞാൻ എണീക്കാറുണ്ട്, അവൾക്ക് അത്ര രാവിലെ എണീക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ വേറെ ആളെ വഴക്ക് പറയേണ്ടത് ഇവളെ വഴക്ക് പറയും. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കൽപ്പനയ്ക്ക് ഒരിക്കലും എൻ്റെ കൂടെ അങ്ങനെ, ആദ്യ ഷൂട്ടുകളിലൊക്കെ കൽപ്പന ഉണ്ടായിരുന്നു, പിന്നെ അവൾക്ക് അത്ര താല്പര്യമുള്ളൊരു ഏരിയ ആയിരുന്നില്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത്. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ തന്നെ അവൾക്ക് സ്വാതന്ത്ര്യക്കുറവായിരിക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ അതുമാതിരി ഇവർ രണ്ടുപേരുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേരാണ് ബാബുവും കൽപ്പനയും. ബാബുവിൻ്റെ സ്വഭാവം എൻ്റെ നിന്ന് തികച്ചും വേറിട്ടതായിരുന്നു. അനിൽ ബാബു എന്ന് പറഞ്ഞ കൂട്ടുകെട്ടുകളിൽ ഞങ്ങൾ 25 പടം ചെയ്തു. 25 പടങ്ങളിൽ 95% സിനിമകളും ഹിറ്റായിരുന്നു. എൻ്റെ സ്വഭാവം ബാബുവിൻ്റെ സ്വഭാവം തികച്ചും വേറിട്ടതായിരുന്നു. എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടൊരാളാണ്. ഞാൻ കൂടുതൽ ദേഷ്യപ്പെടുന്ന ഒരാളാണ്. അധികം ആരോടും മിണ്ടാത്ത ആളാണ്. ബാബുവിൻ്റെ സ്വഭാവം, ഞാൻ ഫുൾ നോൺ വെജ് ആയിട്ടൊരാളാണ്. ബാബുവിൻ്റെ സ്വഭാവം ഇതിൽ നിന്നെല്ലാം തികച്ചും വേറിട്ട ഒരാളായിരുന്നു. ബാബു ഭയങ്കരമായിട്ട് ആളുകൾക്ക് മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളാണ്. വഴക്കുണ്ടാക്കാത്ത ആളാണ്. ഒരു പക്കാ വെജിറ്റേറിയനാണ്. ഞാൻ ബാബു വഴക്കുണ്ടാക്കി കണ്ടിട്ടുള്ള ഒരു സിറ്റുവേഷനേ മാത്രമേ ഉള്ളൂ. ഞാനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടേ ഇല്ല ബാബു. ഞാൻ വഴക്കുണ്ടാക്കുന്നത് മീഡിയോക്കറായിട്ട് നിന്നിട്ട് സോൾവ് ചെയ്യുന്ന ഒരാളായിരുന്നു ബാബു എന്ന് പറയുന്നത്. ഞാൻ ഏതെങ്കിലും ആർട്ടിസ്റ്റിൻ്റെക്കലോ ടെക്നീഷ്യൻസിനോ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന ഒരാളായിരുന്നു ബാബു എന്നുള്ളത്. ബാബു വഴക്കുണ്ടാക്കി ഞാൻ കണ്ടിട്ടുള്ള ആകെ ഒരേ ഒരു പ്രാവശ്യമാണ്. രഥോത്സവം എന്ന് പറഞ്ഞ പടം നടക്കുമ്പോഴത്തേക്ക് ഒരു സ്ട്രീമുണ്ട്, വെള്ളം പോകുന്നൊരു തോട് മാതിരി നല്ല ഒഴുക്കുള്ള സ്ഥലത്തുണ്ട്. ഈ മാധുവിനെ കൊണ്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട്, അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ബാബു തന്നെ പിടിച്ചുകൊണ്ട് പോയി അവിടെ നിർത്തി. അപ്പോൾ മാധു ഇട്ടിരിക്കുന്ന ഒരു ഫ്രോക്ക് മാതിരി ഒരു ഡ്രസ്സാണ്, അതിനകത്ത് ഗിൽറ്റൊക്കെ ഉള്ളൊരു ഡ്രസ്സാണ്. അപ്പം അത് പാറയിൽ ഒഴുക്കുള്ളതുകൊണ്ട് ബാബു എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഇരുന്നിട്ട് അവൾ പാടുകയോ എന്തോ ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം ഞാനിപ്പറയാണ് നിൽക്കുന്നത്, ക്യാമറ എല്ലാവരും ഇപ്പറയാണ്, ബാബു മാത്രമേ അവിടെ നിൽപ്പുള്ളൂ. ആ സ്ട്രീമിനകത്ത് ഇരിക്കുക ബാബു. അപ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ മാധുവിൻ്റെ കാലിലിങ്ങനെ പിടിച്ചിരിക്കുക, മാധു സ്ലിപ്പ് ചെയ്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കാലിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മേളിലോട്ട് നോക്കിയിരിക്കുക. അപ്പോൾ നമ്മൾ ചെറിയ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടില്ലേ, രണ്ട് ചെറിയ കുട്ടികൾ, ഒരു കുട്ടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മേളിലോട്ട് നോക്കുന്ന ഒരു പെൺകുട്ടിയുടെ മേളിൽ, ഒരു ആൺകുട്ടി താഴെ ഇരുന്നിട്ട് മേളിലോട്ട് നോക്കുന്ന ഒരു പോസ്റ്ററുണ്ട്. എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫിൽ നിന്ന് ക്യാമറ മേടിച്ചിട്ട് ഞാനിത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈയിടയ്ക്ക് പറഞ്ഞു, ഇതിൻ്റെ ഒരു വലിയ പ്രിൻ്റ് ഇട്ടുകൊണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇയാൾ പോയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു വലിയ പ്രിൻ്റ്, സാധാരണയിലും കൂടുതൽ വലിപ്പമുള്ളൊരു പ്രിൻ്റ് ഇട്ടുകൊണ്ട് വന്നു. അപ്പം ഞാൻ തന്നെ ബാബു സെറ്റിലാണ്, ഇത് പൊതിഞ്ഞുകൊണ്ട് വന്നു. ഞാൻ ഇത് ബാബുവിൻ്റെ കൊടുത്തിട്ട് വന്നു, ബാബു ഇത് കണ്ടില്ലേ, അയാൾ ഫോട്ടോ എടുത്തതാണെന്ന് പറഞ്ഞു. ബാബു ഞാൻ ജീവിതത്തിൽ കാണാത്ത രീതി വയലൻ്റായി, ഇവനെ ഇപ്പം വിടണം അല്ലെങ്കിൽ ഞാൻ ഷൂട്ടിങ് നിർത്തി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം അവൻ്റെ അടുക്ക കിടന്നിട്ട്. ഞാൻ ബാബുവിനെ വിളിച്ച്, ബാബു ഇത് ഞാൻ തന്നെ എടുത്തതാണ്, ഞാൻ ചുമ്മാ നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി എടുത്തതാണ്, ഇതെന്തൊരു പരിപാടിയായിപ്പോയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. അന്ന് മാത്രമേ ഞാൻ ബാബു വയലൻ്റായിട്ട് കണ്ടിട്ടുള്ളൂ, അല്ല ഞാൻ ബാബു വയലൻ്റായിട്ട് കണ്ടിട്ടേ ഇല്ല. ബാബു വളരെ സോഫ്റ്റ് സ്പോക്കണായിട്ടൊരാളായിരുന്നു. പറയാമെന്ന് പറഞ്ഞ പടം ഞങ്ങളുടെ 25ാമത്തെ പടമായിരുന്നു. അന്ന് ഞാൻ തീരുമാനിക്കുന്നതാണ്, ബാബു ഇനി നമുക്ക് ചെയ്യേണ്ട, നമുക്ക് വേറെ പടങ്ങൾ ചെയ്യാമെന്ന്. അത് ഞാൻ ബാബുവിൻ്റെ കയ്യിൽ തൃശ്ശൂർ പോയാണ് പ്രസൻറ്റ് ചെയ്തത്. ബാബു നമ്മൾ ഇനി പടങ്ങൾ ചെയ്യുന്നില്ല, ഇന്ന് തൃശ്ശൂർ പോയി പ്രസൻറ്റ് ചെയ്യുകയും ഈ പടം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യുകയും 25 പടങ്ങൾ ചെയ്താൽ മതി, നമുക്ക് രണ്ടുപേർക്കും രണ്ട് വഴിയിലേക്ക് സഞ്ചരിച്ച് നോക്കാം എന്ന് പറയുന്നതൊക്കെ അതിന് ശേഷം നടന്ന കാര്യങ്ങളാണ്.
ബാബുവിന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ബാബു പലരെയും കൊണ്ട് അത് കോംപ്രമൈസ് ചെയ്യിക്കാൻ തോന്നി, ഇൻക്ലൂഡിങ് കൽപ്പനയെ വെച്ചിട്ട്. കൽപ്പനയായിട്ടൊക്കെ ഭയങ്കര സിങ്കായിരുന്നു ബാബു. അത് കോംപ്രമൈസ് ചെയ്യിക്കാൻ നോക്കി. പക്ഷേ ഞാൻ ഭയങ്കര അഡമൻ്റായിട്ട് നിന്നുകൊണ്ടാണ് 2 വിധത്തിൽ പടങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ബാബുവിൻ്റെ ഒരു അസുഖത്തിനെ കുറിച്ച് കേട്ടത്, ഞാൻ ന്യൂസിലൻഡിലൊരു തമിഴ് പടം ചെയ്യുന്ന സമയത്താണ് ഞാൻ ബാബുവിൻ്റെ അസുഖത്തിനെ കുറിച്ച് കേട്ടത്. ഞാൻ അവിടുന്ന് വിളിച്ചിരുന്നു ബാബുവിനെ, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ബാബു ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് അറിഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ബാബുവിനെ കാണാൻ ഞാൻ പോയില്ല എന്നുള്ളത് എൻ്റെ ഭാഗത്ത് ഒരു ഇതുണ്ട്. അതെനിക്ക് വന്നിട്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, ഒരിക്കലും മേലാതെ കിടത്തുന്ന ഒരു ബാബുവിനെ കാണാൻ ഒരിക്കലും എനിക്ക് താല്പര്യമില്ലായിരുന്നു. ചിരിച്ച് ബഹളം ഉണ്ടാക്കി നടക്കുന്ന ഒരു ബാബുവിനെ കാണാനായിരുന്നു എനിക്ക് താല്പര്യം. ബാബുവിൻ്റെ മോനെ കഴിഞ്ഞ ഒരു ഇടയ്ക്കപ്പോഴോ എന്നെ വിളിച്ച് ചോദിച്ചു, എന്തിനായിരുന്നു പിണക്കം എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു പിണക്കം ഇല്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു കൽപ്പനയെക്കാളിലും കൂടുതൽ എൻ്റെ കൂടെ ജീവിതത്തിൽ സഞ്ചരിച്ച ഒരാളാണ് ബാബു എന്ന് പറയുന്നത്. അങ്ങനെ പിണക്കം അതിനകത്തില്ലായിരുന്നു. അങ്ങനെ മേലാതെ കിടക്കുന്ന ഒരാളെ കാണാൻ പോകാനുള്ള, അങ്ങനെ ഒരാളെ സങ്കല്പിക്കാൻ എനിക്ക് കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത് എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ഒരു ദിവസം രാവിലെ ഇതുകൂട്ട് തന്നെ GS വിജയൻ എന്നെ വിളിച്ച് പറഞ്ഞു, ബാബു പോയി എന്ന് പറഞ്ഞു. ആ ദിവസം ഞാൻ ഫോൺ എടുത്തിട്ടില്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. പല വിളികളും എനിക്ക് വരുമെന്ന് എനിക്കറിയായിരുന്നു. എനിക്ക് മരിച്ചു കിടക്കുന്ന ഒരു ബാബുവിനെ കാണാനുള്ളൊരു ഒരു എന്താ പറയുന്നത്, അതെനിക്ക് അത് മാഞ്ഞു പോകാതെ പിന്നെ എൻ്റെ മനസ്സ് നിൽക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ടാണ് ഞാൻ പോവാതിരുന്നത്. അല്ലാതെ അതിനകത്തൊരു പിണക്കം എന്ന് പറഞ്ഞതില്ലായിരുന്നു. ഇത് തന്നെയായിരുന്നു കൽപ്പനയുടെ ജീവിതത്തിലും എനിക്ക് സംഭവിച്ചതെന്നുള്ളത്. കൽപ്പന ഒരു സമീക്ഷത്തിൽ എൻ്റെ നിന്നൊക്കെ വേർപെട്ട് തുടങ്ങിക്കഴിഞ്ഞ സമയത്തേക്ക് ഞാൻ കൽപ്പനയ്ക്ക് ലാസ്റ്റ് അയച്ചൊരു മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്, കറക്റ്റായിട്ട് മരുന്ന് കഴിക്കണം, മരുന്ന് മുടക്കരുത് എന്നുള്ളതാണ്. അപ്പം എനിക്കറിയായിരുന്നു കൽപ്പനയ്ക്ക് അസുഖം ഉണ്ടെന്നുള്ളത്. ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. കൽപ്പനയ്ക്ക് അസുഖം ഉണ്ടെന്നുള്ളത് എനിക്കറിയായിരുന്നു. ഞാൻ അവസാനം അയച്ച മെസ്സേജിലൊക്കെ എഴുതിയിട്ടുള്ള ഇതാണ്. ഈ കൽപ്പനയുടെ വിഷയങ്ങളും ഞാൻ അവസാനം കേട്ടത്, ഞാൻ വാരണാസി ഷൂട്ട് ചെയ്തുകൊണ്ട്, ഞാനൊരു ഹിന്ദി ഫിലിം ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കാണ് ഞാൻ ഈ ന്യൂസ് കേട്ടത്. എന്നുവെച്ചാൽ ഞാൻ ഒരു തകർച്ചയാണത്. വാരണാസിയിൽ ആ ഒരു കാറിനുള്ളിൽ ഞാനൊരു 2-3 മണിക്കൂറുകളിരുന്നു. എന്നെ ആരും വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കാറിനുള്ളിൽ ഇരുന്നു. തിരിച്ചു വന്ന്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, തിരിച്ചു വന്നിട്ട് ഞാൻ അന്ന് വാരണാസിയുടെ തീരത്താണ് ഞാനിരുന്നത്. രാത്രി മൊത്തം ഒരു വള്ളക്കാരനെ വിളിച്ച് ഞാൻ ആ വള്ളത്തിൽ മണികണ്ഠ ഘാട്ടിൻ്റെ ആ ഏരിയയിൽ മാത്രം രാത്രിയിൽ ആ പുഴയുടെ നടുക്കാണ് ഞാനിരുന്നത്. എന്നുവെച്ചാൽ അവിടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പുഴയിലാണ് ഞാനിരുന്നത്. എനിക്ക് കാണാനൊരു എന്താ പറയുന്നത്, മരിച്ചു കിടക്കുന്ന നിർജീവമായ കണ്ണുകളുള്ള ഒരു കൽപ്പനയെ കാണാൻ സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റാത്തൊരു സിറ്റുവേഷനുണ്ട്. എന്നുവെച്ചാൽ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരാളുടെ മുഖം മാത്രമാണ് ഉള്ളത് എൻ്റെ മനസ്സിൽ. ഇവർ രണ്ടുപേരും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കണ്ണികളായിരുന്നു. അവരിപ്പം എൻ്റെ കൂടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ റിലേഷൻസും കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഞാനിപ്പോൾ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു തമിഴ് ഫിലിമും എൻ്റെ ഒരു ഹിന്ദി ഫിലിം ഇപ്പം റീസെൻ്റ്ലി റിലീസാവുന്നുണ്ട്. ആ പടത്തിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഞാനിനി മറ്റൊരിക്കൽ വരുന്നവരെ നമസ്കാരം.